കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. യേശുക്രിസ്തു മരിച്ചു. യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തു. എന്നാൽ കല്ലറകൾക്ക് യേശുവിനെ അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. റോമൻ സർക്കാരിൻ്റെ ഇമ്പീരിയൽ മുദ്രയ്ക്ക് യേശുവിനെ ഒതുക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇല്ല പ്രിയരെ, ആർക്കും യേശുവിനെ ഒതുക്കാൻ കഴിയുകയില്ല. യേശുവിനെ അടക്കി വയ്ക്കാൻ കഴിയില്ല. കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് നാളത്തേക്ക് അല്പമൊക്കെ ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ യേശുവിനെ നിത്യമായി ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് യേശുവിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ മക്കൾക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. സുവിശേഷ വേലയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. പലരും തെറ്റിദ്ധാരണയാണ്. പാവപ്പെട്ട സുവിശേഷകർ എന്ത് ദോഷമാണ് ചെയ്യുന്നത്? അവർ നന്മയല്ലേ ചെയ്യുന്നുള്ളൂ. അവർ നല്ല വഴിയിലൂടെ സുവിശേഷം, നല്ല വാർത്ത പറയുന്നു. മദ്യപാനികളും മയക്കുമരുന്ന് അടിമകളുമായിരിക്കുന്ന ആളുകളെ, രാജ്യദ്രോഹികളും ദേശത്തെ നശിപ്പിക്കുന്നവരുമായ അനേകരെ സ്നേഹത്തോടെ വിളിച്ച് അടുത്തിരുത്തി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വചനം, സ്വഭാവം മാറ്റുന്ന വചനം അവരോട് പറയുന്നു. അപ്പോൾ ക്രിസ്തു അവരുടെ മേൽ പ്രവർത്തിച്ച് അവർക്ക് വലിയ അനുഭവങ്ങൾ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, മദ്യപാനം മാറുന്നു, വെറുക്കൂത്ത് മാറുന്നു, പുകവലി മാറുന്നു, അനാശാസ്യ പ്രവർത്തനങ്ങൾ മാറുന്നു, കുടുംബ സമാധാനം കൊണ്ട് നിറയുന്നു, മയക്കുമരുന്നിൻ്റെ ഉപയോഗം മാറുന്നു, അപ്പനും മക്കളും ഒന്നായിത്തീരുന്നു, ഡൈവോഴ്സുകൾ മാറുന്നു, ഭാര്യയും ഭർത്താവ് ഒരുമനമായിത്തീരുന്നു. മക്കളെ തല്ലുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ തല്ലുന്ന മക്കൾ, ഭാര്യയെ തല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ തല്ലുന്ന ഭാര്യ. ഒരു കാലത്ത് പുരുഷന്മാരായിരുന്നു അധികം മദ്യപിച്ചിരുന്നതെന്നാൽ ഇന്ന് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ലാതെ ഒരേപോലെ മദ്യപിക്കുന്ന സ്ത്രീ പുരുഷന്മാർ. പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കിടക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ വിവാഹം പിരിയുന്നു. എന്തിനാ ഉറപ്പിച്ചു വെച്ച വിവാഹം പോലും ഉറപ്പിച്ചതിന് ശേഷം പരസ്പരം മിണ്ടിയപ്പോൾ ആശയപ്പൊരുത്തമില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു മാറുന്നു. എന്തിനാ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം? പ്രിയപ്പെട്ടവരെ, 10, 60, 70 വയസ്സായ ദമ്പതികൾ, ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നീ നിന്റെ വീട്ടിൽ പൊക്കോ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഭർത്താവ് എങ്ങോട്ടോ പോകുന്നു. പിന്നെ പിടുത്തമില്ല. ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ ഭാര്യയെ പോറ്റണം, ആ കുഞ്ഞിനെ പുലർത്തണം, ചിന്തയില്ല. എങ്ങോ പോകുന്നു, എവിടെയാണെന്ന് അറിയുന്നില്ല. ആദി പിടിച്ചു കഴിയുന്ന അനേകം സഹോദരിമാർ, മദ്യത്തിൻ്റെ ലഹരിയിൽ വന്ന് ഭാര്യയെ തല്ലുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന അനേകം പുരുഷന്മാർ. കലുഷിതമല്ലേ നമ്മുടെ അന്തരീക്ഷം? കലുഷിതമല്ലേ നമ്മുടെ കുടുംബങ്ങൾ? ഛിന്ന ഭിന്നമായി പോകുന്ന മക്കൾ, മാതാപിതാക്കൾ തമ്മിൽ അകലുന്നു, മക്കൾ ഛിന്ന ഭിന്നമായി പോകുന്നു, തലമുറകൾ നശിച്ചു പോകുന്നു. നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ, നല്ല പ്രാപ്തി, ഓജസ്സും തേജസ്സുമുള്ള യൗവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്ത്? ഒന്ന് ഞാൻ പറയാം, വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല, സയൻസിൻ്റെ പുരോഗതിയുടെ കുറവല്ല, കമ്പ്യൂട്ടർ സയൻസിൻ്റെ അഭാവമല്ല, പണത്തിൻ്റെ കുറവുമല്ല, ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹമില്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഇടമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ദേശത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും അല്ല ഭർത്താവിനെയും, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും സുവിശേഷകരെ എതിർക്കരുത്. പ്രിയപ്പെട്ടവരെ, അവർ പറയട്ടെ, ദേശങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. എന്ത് നഷ്ടം വന്നു, എന്ത് നഷ്ടം വരുന്നു? ഹല്ലേലൂയ! ദേശങ്ങൾ സമാധാനമുള്ളതായിത്തീരുന്നു, കുടുംബങ്ങൾ ഐക്യമുള്ളതായിത്തീരുന്നു. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്ന അനുഭവം അനേക കുടുംബങ്ങൾ അനുഭവിക്കുന്നു. അതല്ലേ സുവിശേഷം കൊണ്ട് നേടുന്ന ആത്യന്തികമായ കാര്യം? മറ്റെന്ത്? ഒന്നുമില്ലല്ലോ പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. അതെ, സുവിശേഷം രൂപാന്തരം തരുന്നതാണ്.
ദ ഡാർക്ക് കോണ്ടിനെന്റ്, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്ക, അത് ഭൂഖണ്ഡം അതിൻ്റെ ഭൂപ്രകൃതി കൊണ്ട് മാത്രമല്ല, അവിടുത്തെ ആളുകളുടെ സ്വഭാവം അതായിരുന്നു. വന്യമൃഗങ്ങളെ പിടിച്ച് പച്ചയ്ക്ക് തിന്നുക, മനുഷ്യനെ കൊന്നു തിന്നുക, അർദ്ധനഗ്നരായി അല്ല പൂർണ്ണനഗ്നരായി, സംസ്കാരത്തിൻ്റെ ഒരല്പം പോലും വെളിച്ചമില്ലാതെ എത്രയോ ആളുകൾ കഴിഞ്ഞിരുന്നു. അതൊരു ഡാർക്ക് കോണ്ടിനെൻ്റ് ആയിരുന്നു, ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു. എന്നാൽ ഇന്ന് ആഫ്രിക്ക ഇരുള് മാറിക്കൊണ്ടിരിക്കുന്നൊരു ഭൂഖണ്ഡമാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഇരുട്ട് മാറി. അവർ മനുഷ്യസ്നേഹികളായി, അതിനു മുമ്പ് അവർ ദൈവസ്നേഹികളായി. അതേ ദൈവത്തെ ഒരു മനുഷ്യൻ സ്നേഹിച്ചു തുടങ്ങിയാൽ അവനിൽ ദൈവസ്നേഹം നിറയുകയും അവൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിൽ ഏതാനും സമയം ഒരാളുമായി സംസാരിച്ചപ്പോൾ, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ബോംബുകളും മാരകായുധങ്ങളും അതുപോലെ അനേക പ്രഹരശേഷിയുള്ള ആറ്റം ബോംബുകളും ന്യൂട്രോൺ ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും അങ്ങനെ അനേകം ബോംബുകൾ, അണുബോംബുകളും നിർമ്മിക്കാൻ. ഇതെന്തിനു വേണ്ടിയിട്ടാ? മൃഗങ്ങളെ കൊല്ലാനാണോ? അല്ല, മനുഷ്യനെ കൊല്ലുവാൻ. മനുഷ്യനെ കൊന്നൊടുക്കുന്നു, മനുഷ്യനെ ഹിംസിക്കുന്നു. തന്നെ പോലെ രക്തവും മാംസവും കുടുംബവും ഭാര്യയും ഭർത്താവും മക്കളുമുള്ളതായ ഒരാളാണ് ആ വ്യക്തിയെന്ന് ചിന്തിക്കാതെ ശത്രുതാ മനോഭാവത്തോടെ കൊന്നൊടുക്കുന്നു. പ്രിയരെ, ഇത് കിരാതമാണ്, ഇത് പൈശാചികമാണ്. ഹല്ലേലൂയ. കോടാനുകോടി ഡോളറുകൾ, കോടിക്കണക്കിന് ഡോളറുകൾ ഇന്ന് ഡിഫൻസിന് ചെലവഴിക്കുന്നു. പക്ഷേ ഇന്ന് ലോകമെമ്പാടും പട്ടിണിയുണ്ട്. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയ പൈസ ചെലവഴിച്ചാൽ ഓരോ ലോക രാജ്യ നേതാക്കന്മാർ തങ്ങളുടെ രാജ്യം അത് സമാധാനത്തോടെ കഴിയണം, അതിനുവേണ്ടി ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ രാജ്യം, ആ രാജ്യത്തെ പുലർത്തി ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കിപ്പോയാൽ ലോകത്തിൽ സമാധാനം വരികയില്ലേ? വരും. പക്ഷെ ഓരോ ദിവസവും അസമാധാനം പെരുകി വരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, ഒരു പൈശാചിക ശക്തിയുണ്ട്, ഒരു പൈശാചിക സേനയുണ്ട്. മനുഷ്യനെ കൊന്നൊടുക്കി നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അലറുന്ന സിംഹം പോലെ ആ അലർച്ച നമുക്ക് കേൾക്കാം. യുദ്ധക്കെടുതികൾ, യുദ്ധത്തിൽ ബോംബ് പൊട്ടുന്ന ശബ്ദങ്ങൾ, മനുഷ്യർ അയ്യം വിളിക്കുന്ന ശബ്ദങ്ങൾ, കരഞ്ഞുകൊണ്ടോടുന്ന മാതാപിതാക്കൾ, പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടുന്ന പാവപ്പെട്ട സ്ത്രീകൾ കൊന്നൊടുക്കുകയാണ്, രക്തം ചിന്തുകയാണ്, ദേശങ്ങൾ രക്തപ്പുഴകളായി മാറുകയാണ്. എന്തേതിന് കാരണം? സുവിശേഷമില്ലാത്തതാണ് കാരണം. സുവിശേഷം എവിടെയെല്ലാം ചെന്നു അവിടെ സമാധാനമുണ്ട്. സുവിശേഷം മകനെ നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിന്റെ ഹൃദയത്തിൽ സമാധാനം വരും. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം മകനെ നിന്റെ കുടുംബത്തിൽ വന്നാൽ അവിടെ സമാധാനം ഉണ്ടാകും. അത് നിന്റെ സ്ഥാപനത്തിലോ നിന്റെ ദേശത്തോ നിന്റെ സംസ്ഥാനത്തോ നിന്റെ രാജ്യത്തിലോ ലോകത്തിൽ എവിടെയും വന്നാൽ അവിടെ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ സുവിശേഷവും. ഹല്ലേലൂയ. സുവിശേഷം ആർക്കും എതിരല്ല, ഒരു മതത്തിനും എതിരല്ല, ഒരു തത്വസംഹിതയ്ക്കും എതിരല്ല, ഒരു വ്യക്തിക്കും എതിരല്ല, ഒരു രാജ്യത്തിനും എതിരല്ല, ഒരു ഭരണ സംവിധാനത്തിനും എതിരല്ല. മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നു. എൻ്റെ പ്രിയരെ, ഇനിയെങ്കിലും ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണു തുറന്നു തരട്ടെ. പാവപ്പെട്ട ഉപദേശികളെ, പാവപ്പെട്ട സുവിശേഷകരെ ഉപദ്രവിക്കുകയും ജയിലിലടക്കുകയും അവരെ മർദ്ദിക്കുകയും അവരെ ക്രൂരമായി കൂട്ടം ചേർന്ന് ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ രസമെന്ന് തോന്നാം. മകനെ, ഓർത്തുകൊള്ളുക, നീ നിത്യനായ ദൈവത്തിൻ്റെ കൺമണിയാണ് തൊടുന്നത്. He who harms stick his fingers into Jehovah's eyes. ദൈവത്തിൻ്റെ മക്കളെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ, കൃഷ്ണമണിയെ തൊടുന്നു, കൺമണിയെ തൊടുന്നു. ഓനെ, ഒരു ചോദ്യമുണ്ട്. ഇന്ന് ചോദിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നു. പാവപ്പെട്ട സുവിശേഷം ഉപദ്രവിച്ചാൽ ആര് ചോദിക്കാനില്ലേ? എന്നാൽ ചോദിക്കുന്നവൻ വരും. ചോദിക്കുന്നവൻ ചോദ്യം ചോദിക്കുമ്പോൾ മോനെ നീ മുട്ടടിക്കും. ചോദിക്കുന്നവൻ ചോദിക്കുമ്പോൾ നിന്റെ നാവ് ചലനമറ്റു പോകും. തിരിഞ്ഞുകൊള്ളുക, മനം തിരിഞ്ഞുകൊള്ളുക. എൻ്റെ പ്രിയരെ, നിങ്ങൾ ഉപദ്രവിക്കുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, നിങ്ങൾ അവരെ ഉപദ്രവിക്കുമ്പോഴും തല്ലുമ്പോഴും അവർ മറുത്ത് തല്ലുന്നില്ല, മറുത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. കാരണം
യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അത് ബലഹീനതയല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം കാണൂ. നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം, ശത്രുവായ മനുഷ്യരെ പുത്രനാക്കുവാൻ പുത്രനെ ക്രൂശിൽ തന്ന സ്നേഹം, അതാണ് പിതാവിൻ്റെ സ്നേഹം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. യേശു ജീവരക്തം തന്ന് നമ്മെ സ്നേഹിച്ചു. പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ തരാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. യേശു തൻ്റെ ദിവ്യ ജീവൻ നമുക്ക് വേണ്ടി തന്നു. അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി തന്നു. എന്തിന്? നമ്മെ രക്ഷിക്കുവാൻ, നാം ഏൽക്കേണ്ട ശിക്ഷ ഏറ്റുകൊണ്ട് നമുക്ക് പാപമോചനം തരുവാൻ, നമുക്ക് നിത്യജീവൻ്റെ അവകാശം തരാൻ, സ്വർഗീയ സമാധാനം തരുവാൻ യേശു നമുക്ക് വേണ്ടി മരിച്ചു. മോനെ, നിനക്ക് വേണ്ടി യേശു മരിച്ചു. ആ യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ യേശു നിന്നെ മാടി വിളിക്കുന്നു, മോനെ വരൂ. നിൻ്റെ ജീവിതം ഇതുവരെ നഷ്ടമാക്കി കളഞ്ഞോ? സാരമില്ല, ഇനിയൊരു പുതിയ ജീവിതം ഞാൻ നിനക്ക് തരാം. കഴിഞ്ഞതെല്ലാം യേശു മറന്നു തരും. മോനെ, എന്തെയും ദൈവമക്കളെ ഉപദ്രവിച്ചതും ദൈവമക്കളെ ദണ്ഡിപ്പിച്ചതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. എന്നാൽ അതെല്ലാം ക്ഷമിച്ച്, അതെല്ലാം കഴുകി നിനക്കൊരു പുതിയ ജീവിതം, ഒരു ബ്രാൻഡ് ന്യൂ ലൈഫ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിന്നെ മാടി വിളിക്കുന്ന ഈ സമയം, ഓടി വരൂ യേശുവിൻ്റെ അരികിലേക്ക്, ഓടി വരൂ യേശുവിൻ്റെ പാദത്തിലേക്ക്. ഓടി വന്ന് യേശുവിൻ്റെ പാദത്തിൽ അമർന്നിരിക്കൂ, യേശുവിൻ്റെ പാദത്തിൽ ചേർന്നിരിക്കൂ, യേശുവിൻ്റെ കൈക്കീഴിൽ താണിരിക്കൂ. യേശുവേ, എന്നെ കഴുകണമേ, എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കണമേ, മകളാക്കണമേ, എന്നിൽ നിൻ്റെ ജീവൻ പകരണമേ, എന്നിൽ നിൻ്റെ സമാധാനം പകരണമേ, എന്നിൽ നിൻ്റെ ആ വലിയ സ്വർഗീയ സന്തോഷവും സമാധാനവും പകർന്ന് എന്നെ അങ്ങയുടെ സ്വന്തമാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും ആത്മീയമായ ഏതെങ്കിലും സംശയങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. അത് പോരാ, നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. അങ്ങനെയായാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി തരും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.